Hi friends, welcome back to SP Talks. ഇന്നലെ ടൈം കിട്ടിയപ്പോൾ കിൽ എന്ന് പറഞ്ഞ മൂവി പോയി കണ്ടു. ചിത്രം R-rated ആണ്. നിഖിൽ നാഗേഷ് ഭട്ടാണ് ഈ ചിത്രത്തിൻ്റെ ഡയറക്ടർ. ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു എന്തായാലും ഒന്ന് തിയേറ്ററിൽ പോയി കാണണമെന്ന് വിചാരിച്ച ചിത്രമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരം. ഇത്രയും ബ്രൂട്ടലായിട്ടൊരു ചിത്രം ഒരുപക്ഷെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. ചിത്രം R-rated ആയതുകൊണ്ട് തന്നെ ഇത് ഫാമിലിയായിട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിക്കണം. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബ്ലഡ് ഷെഡ് എന്നൊന്നും അല്ല പറയേണ്ടത്. ഇതൊക്കെ എക്സ്ട്രീം വയലൻസ് ആണ്. സിനിമയുടെ ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ ന്യൂഡൽഹിയിലേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ 2 NSG കമാൻഡോസ് കയറുകയാണ്. നായകനും ഉണ്ട്, നായകൻ്റെ കൂട്ടുകാരനും. നായകനാണെങ്കിൽ ഒരു പ്രത്യേക ആവശ്യത്തിൻ്റെ പുറത്താണ് ഇതിൽ കയറുന്നത്. കൂട്ടുകാരൻ അവനെ അസിസ്റ്റ് ചെയ്യുകയാണ്. അതേ ട്രെയിനിൽ തന്നെ ഒരു സംഘം കൊള്ളക്കാരും കയറുകയാണ്. ഇവരുടെ അക്രമങ്ങൾക്കെതിരെ നായകനും ഈ കൂട്ടുകാരനും ബാക്കി കുറച്ച് പേരും കൂടെ നടത്തുന്ന ഒരു പോരാട്ടമാണ് ശരിക്കും പറഞ്ഞ ചിത്രം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് ആ ട്രെയിൻ എന്ന് പറയുന്ന ഒരു ബാറ്റിൽ ഗ്രൗണ്ട് ആകുകയാണ്. 1.25 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു ചിത്രമാണിത്. ഒരു 45 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഇൻ്റർവെൽ ആവും. നമുക്കതിനകത്ത് ഈ 45 മിനിറ്റ്സ് പോയതുപോലും നമ്മളറിയില്ല. അത്രയ്ക്ക് എൻഗേജിങ് ആണ് ചിത്രം. ലാഗ് എന്ന് പറഞ്ഞൊരു ഫാക്ടറേ ഇല്ല. അതുപോലെ തന്നെ അതിനകത്തൊരു പ്രണയം കാണിക്കുന്നുണ്ട്. ഈ പ്രണയത്തിൻ്റെ കേസിലാണെങ്കിൽ പോലും അനാവശ്യമായിട്ട് ഒരു പാട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല. അത്ര ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന കഥാപാത്രങ്ങളോടൊപ്പം നമ്മളും ട്രെയിനിൽ കയറും. ലക്ഷ്യ എന്ന് വിളിക്കുന്ന ലക്ഷ് ലൽവാനിയാണ് ചിത്രത്തിലെ നായകൻ. സോണി എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷനിലെ 2017 വന്നിട്ടുള്ള പോറസ് എന്ന ഹിസ്റ്ററിക്കൽ ഡ്രാമ സീരീസിൽ പോറസ് എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചത് ഇദ്ദേഹമാണ്. സത്യത്തിൽ അദ്ദേഹത്തിന് ഒരു കമാൻഡോയുടെ ഫിസിക്കും ഒക്കെ ഉണ്ട്. അഭിനയവും നന്നായി തോന്നി. കൂട്ടുകാരനായി വന്ന അഭിഷേക് ചൗഹാനും നല്ലൊരു റോളുണ്ടായിരുന്നു. പല സമയത്തും തിയേറ്ററിൽ ഇദ്ദേഹത്തിന് കാണുമ്പോൾ ഒരുപാട് നല്ല കൈയടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യുഗ്രൻ പ്രകടനം എന്ന് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് അതിനകത്ത് രാഘവ് ജുവലിൻ്റെ വില്ലൻ കഥാപാത്രം. അദ്ദേഹം ആക്ച്വലി ഒരു ഡാൻസറും കൊറിയോഗ്രാഫറും ഒക്കെയാണ്. ഈ കിങ് ഓഫ് സ്ലോ മോഷൻ എന്ന വിളിപ്പേരുള്ള അദ്ദേഹം ആക്ച്വലി ഒരുപാട് ഡാൻസ് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചിത്രത്തിൽ ഒരു വില്ലൻ കഥാപാത്രമാണ്. ഈ ചിത്രത്തിൽ ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ ഇദ്ദേഹത്തിൻ്റെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഇടയ്ക്ക് കുറച്ച് നമ്പറുകളൊക്കെ അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ആളോട് ഒരുപാട് നമുക്ക് ഉള്ളിലൊരു ദേഷ്യം തോന്നും. നായകനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇദ്ദേഹം ഒരു സൂപ്പർ ഹീറോ ഒന്നുമല്ല. 2 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ 4 എണ്ണം തിരിച്ചു കൊടുക്കുന്ന അത്തരത്തിലുള്ളൊരു കേസാണ് നമ്മൾ കാണുന്നത് ഇവിടെ. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരുപാട് ഈ സിനിമയിൽ ഉടനീളം ഒരുപാട് രീതിയിൽ ഇടി വാങ്ങിച്ചു കൂട്ടുന്നുമുണ്ട്. പിന്നെ വില്ലന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ സിനിമയ്ക്കകത്തൊക്കെ വില്ലന്മാർ ഒരു സെറ്റായിട്ട് വരുന്ന സമയത്ത് ഒരാൾ മരിച്ചു പോവുകയാണെങ്കിൽ അദ്ദേഹത്തെ പറ്റി പിന്നെ ആരും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഈ ചിത്രത്തിൽ ഈ കയറിയിരിക്കുന്ന കൊള്ളക്കാരെല്ലാവരും ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആ രീതിയിലാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. അവരെങ്ങനെയാണ്. അപ്പോൾ അവർക്ക് കൂടെ ഉള്ള ഒരാൾ പോകുന്ന സമയത്ത് അവർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ, ഇമോഷൻസ് ഒക്കെ നല്ല പോലെ ഈ സിനിമയിൽ അത് കാണിച്ചിട്ടുണ്ട്. നായകൻ ഇതിൽ വിലപ്പെട്ട പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ട് അദ്ദേഹം ഒരു ലെവലെത്തി കഴിയുമ്പോൾ ഇദ്ദേഹം ഒരുമാതിരി രാക്ഷസനെ പോലെ ആവും. നമ്മൾ സാധാരണ സിനിമയെ കാണുന്ന പോലെ തന്നെ ഒരു സൈഡിൽ നായകനും ഒരു സൈഡ് വില്ലന്മാരും ഉള്ള സമയത്ത് നമുക്ക് ഒരുപാട്, അതായത് അവർ സംഘടന ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് നഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് ഈ ചിത്രത്തിൽ നമ്മൾ ഒരു സ്ഥലം എത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വില്ലന്മാർ അല്ലെങ്കിൽ കൊള്ളക്കാരുടെ ആംഗിളിൽ കൂടെ നോക്കുന്ന സമയത്ത് നമ്മൾ പറയാറില്ലേ എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് ചോദിക്കില്ല. അതുപോലത്തെ ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകും. ഇവർക്കൊരു സമയം കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പോയാൽ മതി എന്നുള്ള അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകാറുണ്ട്. ഈ ചിത്രത്തിൽ ഉടനീളം എടുക്കുകയാണെങ്കിൽ ഒരുപാട് അറക്കുന്ന സീനുകളും അതുപോലെ തീ പിടിപ്പിക്കുന്ന സീനുകളും ഇടിച്ച് ചതയ്ക്കുന്ന സീനുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു സെറ്റ് ബ്രൂട്ടലായിട്ടുള്ള ഒരുപാട് ആക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. തിയേറ്ററിൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരുപാട് കൈയടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവരോടൊപ്പം ഞാനും കൈയടിച്ചു. കാരണം അത്രയ്ക്ക് നമുക്ക് ഒരു വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഈ സിനിമയിൽ നമുക്ക് ഉണ്ട്. വളരെ ഫേമസ് ആയ ജോൺ വിക്ക് പോലത്തെ മൂവിയുടെ പിന്നിലുള്ള പ്രൊഡക്ഷൻ ടീമായ 8711 എൻ്റർടൈൻമെൻറ്റും ലയൺസ് ഗേറ്റും ഈ ചിത്രത്തിൻ്റെ, അതായത് കില്ലിൻ്റെ റീമേക്ക് റൈറ്റ് വാങ്ങിച്ചു എന്നാണ് കേട്ടത്. നമുക്ക് പ്രതീക്ഷിക്കാം അവിടെയും ഇങ്ങനത്തെ ഒരു ചിത്രം ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി മൂവീസ് നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലും വരട്ടെ നമുക്ക് ആഗ്രഹിക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.